ഹലോ, ഹായ്. എല്ലാ സൗഹൃദങ്ങൾക്കും സ്നേഹം. ഓരോ ദിവസവും രാവിലെ ഉറക്കം എഴുന്നേൽക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ എന്തിനാണ് കൂടുതൽ പ്രാധാന്യം? നിങ്ങളുടെ പ്രിയപ്പെട്ടവർ, സൗഹൃദങ്ങൾ, നിങ്ങളുടെ കാശ്, നിങ്ങളുടെ വണ്ടി, ഇതിലേതിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നിങ്ങളുടെ ജീവിതത്തിലുള്ളത്? നിങ്ങൾ കിട്ടുന്ന ഉത്തരം അതിനെ നിലനിർത്തിക്കൊണ്ട്, നിങ്ങൾ അവിടെ ഇല്ല എന്ന് സങ്കല്പിച്ചുകൊണ്ട്, അതിൻ്റെ പ്രസക്തിയെക്കുറിച്ച് ഒന്ന് ചിന്തിച്ച് നോക്കുക. നിങ്ങൾക്ക് പ്രിയപ്പെട്ടത് നിങ്ങളുടെ വാഹനമാണെങ്കിൽ, നിങ്ങളെന്നുള്ള വ്യക്തി ഇല്ലാതായാൽ ആ വാഹനത്തിന് എന്താണ് പ്രസക്തി? ഒരു നിമിഷം ഒന്ന് ആലോചിക്കുക. ഇങ്ങനെ നിങ്ങൾക്ക് പ്രിയപ്പെട്ടത് എന്തു തന്നെയായാലും അതൊക്കെ നിങ്ങളെന്നുള്ള വ്യക്തി ശൂന്യമാകുമ്പോൾ എന്താണ് നമ്മുടെ ജീവിതത്തിൽ അതിനുള്ള പ്രാധാന്യമെന്ന് ഒരു നിമിഷമെങ്കിലും ഒരു ദിവസത്തിൽ ഒന്ന് ഓർക്കാൻ ശ്രമിക്കുക. നാം ഇവിടെ ജീവനോടെ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾ ഇവിടെ നിന്ന് മടങ്ങുന്നുണ്ട്. ഈ കടന്നു പോകുന്നത് സമയമല്ല, മറിച്ച് നമ്മുടെ ജീവിതമാണ് എന്നെല്ലാവരും മറന്നു പോകുന്നു. സമയമില്ലാതെ എല്ലാവരും നെട്ടോട്ടത്തിലാണ്. പക്ഷെ അറിയുന്നില്ല എപ്പോഴാണ് നമുക്കും മടങ്ങേണ്ടി വരുന്നതെന്ന്. മരണത്തിന് പ്രത്യേക തയ്യാറെടുപ്പുകളൊന്നും ആവശ്യമില്ല. പക്ഷേ ജീവിക്കുന്നതിന് നമുക്ക് തയ്യാറെടുപ്പ് ആവശ്യമാണ്. എന്നെ കേൾക്കുന്ന ചിലരെങ്കിലും വിചാരിക്കും, എന്താണ് ഭാഗ്യം? ജീവിച്ചിരിക്കുന്നത് എങ്ങനെയാണ് ഭാഗ്യമാകുന്നത്? തങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രയാസങ്ങളാണ്, എങ്ങനെയെങ്കിലും അങ്ങ് തീർന്നു കിട്ടിയാൽ മതിയെന്നാണ്. പിന്നെ എങ്ങനെയാണ് ജീവിച്ചിരിക്കുന്നത് ഭാഗ്യമാകുന്നത്? അത് നിങ്ങൾ ജീവിക്കാൻ മറന്നു പോകുന്നത് കൊണ്ടാണ്. ജീവിതം എന്നത് നമുക്ക് എത്ര സമ്പാദ്യമുണ്ടോ, നാം എത്രയുടെ നേടി എന്നുള്ളതല്ല, നമുക്കെങ്ങനെയാണ് ഓരോ നിമിഷവും നമ്മുടെ ഉള്ളിൽ തന്നെ സന്തോഷം കണ്ടെത്തി ജീവിക്കാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. നമുക്ക് കിട്ടിയ ഒരവസരമാണ്, കുറച്ച് സമയം. ഈ സമയം ഓരോ നിമിഷവും നിങ്ങൾ ഒരുപാട് വേദനകളിൽ, പ്രയാസങ്ങളിൽ തങ്ങി നിൽക്കാതെ അറിയുക, ജീവിതത്തിൻ്റെ ഒഴുക്കിൽ എല്ലാം മാറ്റപ്പെടുന്നതാണ്. സമയം പോകുന്നതനുസരിച്ച് എല്ലാവരുടെ ജീവിതത്തിലും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. മോശം നിങ്ങളല്ല, നിങ്ങളുടെ സമയം മാത്രമാണ്. സമയവും സാഹചര്യവും അനുസരിച്ചാണ് ഓരോ വ്യക്തികൾക്കും അവരവരുടെ കഴിവ് തെളിയിക്കാനുള്ള അവസരം കിട്ടുന്നത്. നാം റോസാപ്പൂക്കൾ എടുത്താൽ എപ്പോഴും സന്തോഷകരമായ നിമിഷങ്ങളിൽ അവയെ നാം ഉപയോഗിക്കാറുണ്ട്. കല്യാണങ്ങൾക്ക്, മറ്റുള്ള വിശേഷ കാര്യങ്ങൾക്കെല്ലാം നാം പൂക്കളെ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഇതേ പൂക്കളെയാണ് നാം മരണസമയത്തും അവിടെ അർപ്പിക്കുന്നത്. ആ പൂക്കൾ ഒന്നു തന്നെയാണ്, പക്ഷേ രണ്ട് സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. അതനുസരിച്ച് തന്നെ അതിൻ്റെ ഉപയോഗം രണ്ടിടത്തും രണ്ട് രീതിയിലായിരിക്കും. ഒരിടത്ത് ദുഃഖത്തോടെ നാം അർപ്പിക്കുന്നുവെങ്കിൽ മറ്റൊരിടത്ത് അത് സന്തോഷത്തിൻ്റെ പ്രതീകമാണ്. ആളുകൾ ഒന്നു തന്നെയായിരിക്കും. നമ്മുടെ കഴിവില്ലായ്മയോ നമ്മുടെ വിഷമങ്ങളോ ഒന്നുമല്ല നമ്മളെ വിലയിരുത്തുന്നത്, നമ്മുടെ സാഹചര്യം മാത്രമാണ്. സമയം മാറുന്നതനുസരിച്ച് നാം എന്നുള്ള വ്യക്തിക്ക് ഉറപ്പായിട്ടും നമ്മുടേതായ കഴിവ് തെളിയിക്കാനുള്ള സാഹചര്യം വന്നെത്തും. പക്ഷേ സമയം മോശമാകുമ്പോൾ നാം നമ്മെ തീരെ അങ്ങ് താഴ്ത്തി നമ്മുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തുകയല്ല വേണ്ടത്. അതൊരവസരമാണ് എന്ന് കരുതുക. നിങ്ങളുടെ മോശപ്പെട്ട സമയം നിങ്ങൾക്ക് ഒന്ന് മാറാനുള്ള അവസരമാണ്. ഒരു തയ്യാറെടുപ്പിനുള്ള അവസരമാണ്. പരാജയപ്പെട്ടുവോ, കുറച്ച് സമയം ശാന്തമായിരിക്കുക, വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക, തയ്യാറെടുപ്പ് നടത്തുക. പുറകോട്ട് പിന്തിരിഞ്ഞു നടക്കുകയല്ല വേണ്ടത്, മറിച്ച് കുറച്ച് ശാന്തതയ്ക്ക് ശേഷം വീണ്ടും ഒരു തിരിച്ചുവരവ് അത് നടത്തിയിരിക്കണം. കാരണം